ഹലോ. ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. സ്ത്രീകൾ പുരുഷന്മാരിൽ പ്രധാനമായിട്ടും നോക്കുന്ന ചില സ്വഭാവങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ സ്വഭാവങ്ങളൊക്കെ ഉള്ള ഒരു പുരുഷനാണ് നിങ്ങളെങ്കിൽ സ്ത്രീകൾക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നാൻ വേണ്ടത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് ഈ സ്വഭാവം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമതായിട്ട് സ്ത്രീകൾ പുരുഷന്മാരിൽ നോക്കുന്ന ആ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ് പേഴ്സൺ ആണോ എന്നതാണ്. അതായത് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, അതായത് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കഴിവുണ്ടോ. അതായത് ചില സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ വൈകാതിരിക്കുന്ന ടൈമിൽ അവളെ കെയർ ചെയ്യുക, അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കുക, വാരിക്കൊടുക്കുക, അവളെ ജോലിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുക, ഇങ്ങനെ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കി പെരുമാറുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എന്നാണ് എല്ലാ സ്ത്രീകളും ആദ്യം തന്നെ നോക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമതായിട്ട് സ്ത്രീകൾ പുരുഷന്മാരിൽ നോക്കുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത് റെസ്പെക്റ്റാണ്. അതായത് ബഹുമാനം ഒക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എന്ന്. അവളെപ്പോലെ, അതായത് നിങ്ങളുടെ ആ ഒരു പെൺകുട്ടീനെ പോലെ തന്നെ അവളുടെ പേരൻസിനെയും നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ. ചില പുരുഷന്മാരുണ്ട് ആ ഒരു പെൺകുട്ടിയുടെ ഫാമിലിനെ എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കും. എന്ത് കാര്യത്തിനും, അതായത് ആ ഒരു പെൺകുട്ടി എന്ത് തെറ്റ് ചെയ്താലും ആദ്യം തന്നെ കുറ്റം പറയുക അവളുടെ പേരൻസിനെ ആയിരിക്കും. ഇങ്ങനെ ഒരു റെസ്പെക്റ്റും ഇല്ലാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരു സ്ത്രീകൾക്കും നിങ്ങളോട് ഇഷ്ടമുണ്ടാവില്ല. മറിച്ച് അവളെപ്പോലെ തന്നെ അവളുടെ പേരൻസിനെയും റെസ്പെക്റ്റ് ചെയ്യുന്നു, കെയർ ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പുരുഷനാണ് നിങ്ങളെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും നിങ്ങളോട് ഒരുപാട് ഇഷ്ടം തോന്നും. ഇതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. ഇനി മൂന്നാമതായിട്ട് സ്ത്രീകൾ പുരുഷന്മാരിൽ നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവളുടെ വിഷമങ്ങൾ മനസ്സിലാക്കി പെരുമാറുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ എന്നതാണ്. അതായത് നിങ്ങളുടെ പെൺകുട്ടി എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ഓർത്ത് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്, അവളെ ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ അവളെ സമാധാനിപ്പിക്കാൻ ഉള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടോ എന്ന്. ചില പുരുഷന്മാരുണ്ട് അവരുടെ ആ ഒരു പെൺകുട്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ വീണ്ടും അതിലേക്ക് കുറേ കാര്യങ്ങൾ കൂടി ഇട്ട് കൊടുക്കുന്നവരുമുണ്ട്, ഇവളൊന്ന് മനഃപൂർവ്വം വിഷമിച്ചോട്ടെ എന്ന്. പക്ഷേ അതല്ലാതെ അവളുടെ വിഷമം നിങ്ങളുടേത് കൂടി ആക്കി എടുത്ത് അവളെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിൽ നിന്നും അവളെ കരകയറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാകണം എന്ന് എല്ലാ സ്ത്രീകളും പുരുഷന്മാരെക്കുറിച്ച് ചിന്തിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ എന്ന് എല്ലാ സ്ത്രീകളും നിങ്ങൾ നോക്കാറുണ്ട്. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ ഇതൊന്നും അറിയാൻ നടക്കുന്ന നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ നാലാമതായിട്ട് സ്ത്രീകൾ പുരുഷന്മാരിൽ നോക്കുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങൾ കൂൾ ആൻഡ് കാം ആണോ എന്നതാണ്. അതായത് സ്ത്രീകൾക്ക് പൊതുവെ ഒരുപാട് ഓവറായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന പുരുഷന്മാർ ഇഷ്ടമല്ല. ചില പുരുഷന്മാരുണ്ട് ഒന്ന് ചിരിക്കുക പോലും ഇല്ല, ഫുൾ ടൈം ദേഷ്യമായിരിക്കും, എന്ത് കാര്യത്തിനും വഴക്ക് പറയുന്നു, ദേഷ്യം കാണിക്കുന്നു, അതായത് കലിപ്പൻ്റെ കാന്താരി അങ്ങനെയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർ, ഇങ്ങനെ ഒരു കാര്യവുമില്ലാതെ വെറുതെ ദേഷ്യപ്പെടുന്നവരെ അങ്ങനെ സ്ത്രീകൾക്കൊന്നും ഇഷ്ടമല്ല. ആദ്യമേയൊക്കെ അവർ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, പിന്നീടാവുമ്പോഴായിരിക്കും ആ റിലേഷൻഷിപ്പിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് ഭയങ്കര കൂൾ ആൻഡ് കാമായിട്ട് സംസാരിക്കുന്ന പുരുഷന്മാരെയാണ് എല്ലാ സ്ത്രീകൾക്കും ഇഷ്ടം. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമതായിട്ട് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന പുരുഷൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഒപ്പീനിയൻ ഷെയറിംഗ് ആണ്. അതായത് ആ ഒരു പുരുഷൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്ന ടൈമിൽ ആ ഒരു വ്യക്തി ആ ഒരു പെൺകുട്ടിയോടും അത് ചോദിച്ചിരിക്കണം. അതായത് അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നല്ലത് വരുന്നതിൻ്റെ മുമ്പ് തന്നെ, അല്ലെങ്കിൽ നല്ലത് വരാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ, ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പായിട്ട് ആ ഒരു പുരുഷൻ ആ ഒരു പെൺകുട്ടിയോട് അവളുടെ അഭിപ്രായം ചോദിച്ചിരിക്കണം. അവളുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു വ്യക്തിയാവണം നിങ്ങൾ. ഇങ്ങനെയുള്ള ഒരു പുരുഷനെയാണ് എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ
ഇനി പറഞ്ഞ 5 കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ എല്ലാ പുരുഷന്മാരും സ്വയം ഒന്ന് വിലയിരുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിലും നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.